വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് കേൾക്കാറുണ്ട് അല്ലേ? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന വ്യക്തി സ്ഥലം ഏതാണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി ഏതാണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളാരാണ്? അങ്ങനെ കുറെ പയ്യന്നൂര്, പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചതാരാണ്? അല്ലെ? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് ആരാണ്? അങ്ങനെ കുറെ അധികം ചോദ്യങ്ങള് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുണ്ട്. ഇനിയുണ്ട് ധാരാളം ചോദ്യങ്ങൾ. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത്? 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1913 അതിന്റെ ആരംഭം ഏപ്രിൽ 13. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷം 1930, ആരംഭിച്ചത് ഏപ്രിൽ 13. കേരളത്തിന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ നേതാവ് ആരാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് കെ കേളപ്പന്റെ പേരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് കേട്ടോ. ഇനി കെ കേളപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, അദ്ദേഹത്തിന്റെ ഒപ്പം വേറെ കുറച്ച് വ്യക്തികളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ്? അപ്പൊ താഴെ പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് അറിയണം, ഒന്ന് പി കൃഷ്ണപിള്ളയാണ്. ഒന്ന് പി കൃഷ്ണപിള്ള. അദ്ദേഹം ആരോടൊപ്പം? കെ കേളപ്പന്റെ ഒപ്പം ഇതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നാ മനസ്സിലാക്കണേ. അടുത്തത് കെ കുഞ്ഞപ്പ നമ്പ്യാർ. ആരാണ്? കെ കുഞ്ഞപ്പ നമ്പ്യാർ. അപ്പോ പി കൃഷ്ണപിള്ള ഉണ്ട്, കെ കുഞ്ഞപ്പ നമ്പ്യാർ ഉണ്ട്. അടുത്തത് പി കേശവൻ നമ്പ്യാർ. ആരാണ്? പി കേശവൻ നമ്പ്യാർ. പി കേശവൻ നമ്പ്യാർ ഉണ്ട്. അടുത്തത് ആരാണ്? പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ. പി സി കുഞ്ഞിരാമൻ. പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ. ഇവരൊക്കെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് കെ കേളപ്പനൊപ്പം പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇനി അടുത്തത് ഉപ്പ് സത്യാഗ്രഹം എന്താ പറയുന്നത്? കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട വേദി അല്ലെങ്കിൽ കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂരിനെ അറിയപ്പെടുന്നത് എന്താ? ഏത് പേരിൽ അറിയപ്പെടുന്നു? രണ്ടാം ബർദോളി, സെക്കൻഡ് ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂര്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പയ്യന്നൂരിൽ ഉളിയത്ത് കടവിലാണ്. പയ്യന്നൂരിൽ ഉളിയത്ത് കടവാണ് എന്തിന്റെ വേദി? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം ഏതാണ്? ഉളിയത്ത് കടവാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാലും ഉളിയത്ത് കടവ് തന്നെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുകയാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ചത് ഏത് ഗാനമാണ്? ആലപിച്ച ഗാനം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം വരിക വരിക സഹചരേ ട്ടോ. അപ്പൊ വരിക വരിക സഹചരേ എന്ന് പറയുന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ഈ ഗാനം ആലപിച്ചിരുന്നു. ഈ ഗാനം രചിച്ച വ്യക്തി ആരാണ്? അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരേ. കുറെ അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമാണ്, വരിക വരിക സഹചരേ ആരാണ് എഴുതിയത് ട്ടോ. അതുപോലെ തന്നെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത്
കേരളത്തില് നമ്മുടെ കേളപ്പന്റെ നേതൃത്വത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. കേളപ്പന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23-നാണ്. അദ്ദേഹം കോഴിക്കോട് നിന്ന് എവിടെ എത്തി? പയ്യന്നൂരിലെത്തിയാണ് ഉപ്പ് നിയമം ലംഘിച്ചത്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെത്തി കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23-ന്. ക്ലിയർ ആയില്ലേ മക്കളെ? കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജാഥയില് ആലപിച്ചത് വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനമാണെന്ന് പറഞ്ഞുല്ലോ. ആ കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തില് ഉപ്പ് സത്യാഗ്രഹ ജാഥയില് എത്ര ആൾക്കാർ പങ്കെടുത്തിരുന്നു എന്നാൽ 32 പേരാണ്. പങ്കെടുത്തിരുന്ന ആൾക്കാരുടെ എണ്ണം എത്ര പേരാണ്? 32 പേര് പങ്കെടുത്തു. ഇനി പാലക്കാട് നിന്നും അടുത്ത നമുക്ക് പഠിക്കാണ്ട് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക്, കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ആരാണ്? കേളപ്പനാണ്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് ജാഥ നയിക്കുകയും ആ ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു 1930 ഏപ്രിൽ 23-ന് കേളപ്പൻ. എന്നാൽ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യരാണ്. TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തി. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അപ്പൊ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കോഴിക്കോടില് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് ഓർത്തു വെച്ചോളോട്ടോ. ഇനി അടുത്തത്, അങ്ങനെ കേളപ്പൻ 1930 ഏപ്രിൽ 23-ന് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചു അല്ലെ. ഒരു നിയമം ലംഘിച്ചാൽ അദ്ദേഹം അറസ്റ്റ് വരിക്കേണ്ടി വരില്ലേ? അങ്ങനെ കേളപ്പൻ അറസ്റ്റ് വരിച്ചു. കേളപ്പനെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അപ്പൊ കേളപ്പനെ അറസ്റ്റ് ചെയ്യുമ്പോ ഈ ഉപ്പ് സത്യാഗ്രഹം നയിക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിന് നേതൃത്വം കൊടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ മൊയ്യാരത്ത് ശങ്കരന്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നത്? പിന്നെ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് ആരാണ്? നമ്മുടെ മൊയ്യാരത്ത് ശങ്കരനാണ്. ഇനി ഉപ്പ് നിയമത്തിൽ നമ്മുടെ സജീവമായി പങ്കെടുത്ത നേതാക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കൾ പി കൃഷ്ണപിള്ളയുണ്ട്, കെ കുഞ്ഞപ്പ നമ്പ്യാരുണ്ട്, കേശവൻ നമ്പ്യാരുണ്ട്, കുഞ്ഞിരാമൻ നമ്പ്യാരുണ്ട്. കൂടാതെ നമ്മൾ മനസ്സിലാക്കണം ആരുണ്ട്? കോഴിക്കോട് ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു. പിന്നെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം മൊയ്യാരത്ത് ശങ്കരൻ ഉണ്ടായി. ഒരാളും കൂടി നേതാക്കളിൽ പെടുന്നുണ്ട്. പ്രധാന നേതാക്കളിൽ ഒരാളാണ് അടുത്തത് മൊയ്തു മൗലവി. ആരാണ്? മൊയ്തു മൗലവിയും ഇതിൽ പെടുന്ന ആളാണ് കേട്ടോ. ഇനി അടുത്തത് വേറൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് PC കുഞ്ഞിരാമൻ അടിയോടി എന്നാണ്. ഈ PC കുഞ്ഞിരാമൻ അടിയോടിയുടെ പ്രത്യേകത എന്താണ് എന്ന് വിചാരിച്ചാൽ ഇദ്ദേഹത്തെ ഉപ്പ് നിയമം ലംഘിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം 45 ദിവസം ജയിൽവാസം അനുഭവിച്ചു. അവിടെ ജയിലിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ച് ജയിലിൽ വെച്ച് മരണമടഞ്ഞു. അത് മനസ്സിലാക്കണം.
അപ്പോ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കുകയും അവിടെ 45 ദിവസം ഉപവാസം ഇരിക്കുകയും ചെയ്തിട്ട് മരണമടഞ്ഞ ഉപ്പ് സത്യാഗ്രഹ നേതാവാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ക്ലിയർ ആയില്ലേ നിങ്ങള്? ഇനി അടുത്തത് എന്താ പറയണേ? ഈ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തുകയാണ് കേട്ടോ. ആ പോലീസ് അടിച്ചമർത്തി 1930 മെയ് മാസം 12-ാം തീയതി. 1930 മെയ് മാസം 12 എന്ന് തുടങ്ങി? 1930 ഏപ്രിൽ 13 തുടങ്ങി അല്ലെ? ഏപ്രിൽ 13 തുടങ്ങിയിട്ട് എന്തുണ്ടായി? ഏപ്രിൽ 23 നമ്മുടെ പയ്യന്നൂര് വെച്ച് നമ്മുടെ കേളപ്പൻ ഉപ്പ് നിയമം ലംഘിച്ചു. മെയ് 12 ആയപ്പോഴേക്കും എന്തുണ്ടായി? പോലീസ് ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്താണ് ഉണ്ടായത്. വളരെ പ്രധാനമാണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന കാര്യം. ഈ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒരു ദണ്ഡിയാത്രയൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഗൗരവം ഒട്ടും വിടരുത്, വളരെ ഗൗരവത്തോടുകൂടി തന്നെ പഠിക്കുക. നമ്മുടെ മുന്നിൽ ഇനി ദിവസങ്ങൾ ഇല്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാട്ടോ.